നടി ശക്തമായ നിലപാടുകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിത്വം. കണ്ണൂർ സർവകലാശാലയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രിയപ്പെട്ട നടി കുമാരി നിഖില വിമലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ പുതിയതായി എന്ത് നടന്നാലും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോയി കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എവിടെ നിന്നാന്ന് ചോദിച്ചാൽ കണ്ണൂരിൽ നിന്നാന്ന് പറഞ്ഞാൽ ബോംബുണ്ടോ കയ്യിൽ എന്നാണ് നമ്മളോട് ആദ്യം ചോദിക്കുക. അപ്പോ ഇവിടെ ഇപ്പോ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നു, അതും വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇതൊരു വലിയ വിജയമായി തീരണം എന്ന് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാളെ പുറത്തു പോകുമ്പോൾ പറയാം, ഇവിടെ നമുക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ട്, നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ണൂരിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് പരിപാടികളുടെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമാവുമ്പോഴും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറുമായിട്ട് എനിക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആൾക്കാർക്കെങ്കിലും മുഖവിലയ്ക്ക് എടുക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അതും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അതിലൂടെയാണ് ആൾക്കാരുടെ അടുത്ത് സംവദിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു സെഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിലൂടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സമയക്കുറവുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇനിയും വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഫെസ്റ്റിവൽ ഡയറക്ടർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2ാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഏറെ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥിനി കൂടിയായിട്ടുള്ള നിഖില വിമലിനെ ഈ ഒരു ചടങ്ങിലേക്ക്, ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഈ ഒരു സെഷന്റെ പ്രത്യേകത ചോദ്യങ്ങൾ വളരെ കുറവും ഉത്തരങ്ങൾ വളരെ കൂടുതലുമായിരിക്കും. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് നിഖിലയിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ആമുഖമായിട്ട് പറയട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2016 തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ BSc ബോട്ടണി വിദ്യാർത്ഥിനിയായിരുന്നു നിഖില. വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ ധാരാളം കലാപരിപാടികളിൽ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും അതോടൊപ്പം തന്നെ സിനിമാഭിനയം കൂടി തുറന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സർ സെയ്ദ് കോളേജും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും എനിക്ക് തോന്നുന്നത് നിഖില വിമലിന് കലാരംഗത്തേക്കുള്ള ഉയർച്ചയിൽ ധാരാളമായിട്ട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അധ്യാപകരുടെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു കലാകാരിയായി വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നിഖിലയെ ആദ്യമായി കാണുമ്പോഴേ നിഖില 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നിഖിലയുടെ അമ്മ കലാമണ്ഡലം വിമല തളിപ്പറമ്പിലെ, കണ്ണൂർ ജില്ലയിലെ, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നൃത്താധ്യാപികയും നൃത്ത കലാകാരിയും കൂടിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു യോഗ സെന്ററിൽ, ഞാനും വിമല ടീച്ചറും കൂടി ഒന്നിച്ച് യോഗ അഭ്യസിക്കുന്ന സമയത്താണ് ചെറിയ കുട്ടിയായിട്ടുള്ള നിഖില അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിച്ചു, ടീച്ചറെ ഈ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, സിനിമയിൽ അഭിനയിപ്പിച്ചുകൂടെ? അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത്, സിനിമയിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്, ക്ഷണം വരുന്നുണ്ട്. ശ്രീവിദ്യയുടെയൊക്കെ ബാല്യകാലം അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു, പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് പറഞ്ഞേക്കാത്തതാണ് എന്ന് പറഞ്ഞു. അന്നു മുതലുള്ള പരിചയമാണ്. നിഖില നമ്മുടെ വിദ്യാർത്ഥികളോട്, ഇവിടെയുള്ള അധ്യാപകരോട്, അനധ്യാപകരോടൊക്കെ ആയിട്ട് എന്താണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും വിദ്യാർത്ഥി ജീവിതത്തെ കുറിച്ചും പറയാനുള്ളത്? ഞാൻ ഇരിക്കുന്ന ഒരവസ്ഥയിൽ വിദ്യാർത്ഥി ജീവിതത്തിനെ പറ്റി പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അഭിസമിച്ച് പറഞ്ഞതുപോലെ എനിക്ക് എന്റെ കരിയറിൽ ഞാൻ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഞാൻ പഠിച്ചിട്ടുള്ള സർ സെയ്ദ് കോളേജും അവിടുത്തെ അധ്യാപകരും എന്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളും എല്ലാവരും തന്നെ കാരണമാണ്. ഞാൻ ലവ് 24x7 ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലാസ്റ്റ് ഇയർ എക്സാംസ് നടക്കുന്ന സമയത്താണ് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അടുത്ത് സിനിമാ സമയത്ത് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പം എക്സാംസ് എഴുതാതെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ
ഞാനാണ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത് അങ്ങനെ എക്സാംസ് എഴുതാണ്ട് വരാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പം ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ചോദിച്ച ഉടനെ എന്റെ കോളേജിൽ നിന്നും എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സമ്മതിച്ചു, പോയി സിനിമ ചെയ്തിട്ട് വരൂ, അത് കഴിഞ്ഞ് അടുത്ത വർഷം എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വർഷമാണ് ഞാൻ BSc കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കരിയറിൽ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ കാരണമായത് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഒരു കോളേജിലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടായേനെ എന്ന് എനിക്ക് അതിനുശേഷം ഞാൻ PG ജോയിൻ ചെയ്യാൻ പോയപ്പോൾ മനസ്സിലായി. കാരണം പല യൂണിവേഴ്സിറ്റികളിലും ഈ പറയുന്നത് പോലെ അറ്റൻഡൻസ് പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം, സിനിമയിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്ന്. അതിന്റെ എനിക്കറിയില്ല, അതിപ്പോ അങ്ങനെ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു യൂത്ത് ഫെസ്റ്റിവലാണ്, ഒരു യൂണിവേഴ്സിറ്റി കലോത്സവമാണ്. അപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ വലിയ അഭിമാനമാണ് ഇവിടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് പ്ലാനിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൾച്ചറൽ ഫെസ്റ്റിവൽസ് നടക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ നാടും കൾച്ചറലി അല്ലെങ്കിൽ ലിറ്ററലി വളരുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതും വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിഖില മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ അഭിനയത്തിന്റെ ഒക്കെ ബാലപാഠം ഒരുപക്ഷെ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കോളേജിൽ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചത് കൊണ്ട് ഞാൻ കലാകാരിയായി എന്നുള്ളതല്ല. ഞാൻ ഓൾറെഡി ഒരു കലാകാര ഫാമിലിയിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഞാനൊരു ചെടിയാണെങ്കിൽ എനിക്ക് വെള്ളവും ഒക്കെ തന്നത് കലാലയങ്ങളാണ് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ സിനിമാ ഫീൽഡിലുള്ള മികച്ച ഒരു അഭിനേതാവാണ് നിഖില. മലയാളത്തിലുള്ള ഒട്ടുമിക്ക പ്രമുഖ നടന്മാരുടെ കൂടെയൊക്കെ തന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിഖില അതിൽ നിന്നൊക്കെ മറ്റു നായികമാരിൽ നിന്നൊക്കെ ഒന്ന് വിശദമാക്കാൻ വേണ്ടി പറ്റുമോ? അതെ, അച്ഛൻ പഴയ നെക്സൽ ആയിരുന്നു. അതിനുശേഷം അച്ഛൻ ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അമ്മ ഡാൻസ് ടീച്ചറാണ്. ചേച്ചിയും അത്യാവശ്യം എഴുതുകയും ഇപ്പോ JNU PhD കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞ് US പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞ് വന്നതാണ്. സിനിമയിൽ കലാകുടുംബമാണ് പറയുകയാണെങ്കിൽ. ഇപ്പൊ എന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ സിനിമയിൽ വരാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ ഫാമിലിയാണ്. കാരണം അവരതിനെ വേറൊരു ഏലിയൻ വേൾഡായിട്ട് കണ്ടിട്ടില്ല. സിനിമ എന്ന് പറയുന്നതും ഒരു കലയാണെന്നുള്ളതും ആ കല അവരുടെ മകൾക്കുണ്ടെങ്കിൽ അത് അതിൽ ശോഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ എന്നെ നിർബന്ധിച്ചത് എന്റെ വീട്ടിൽ നിന്നാണ്. എനിക്കായിരുന്നു താല്പര്യക്കുറവ് ജനറലി. അപ്പം എന്റെ വീട്ടില് അഭിപ്രായ സ്വാതന്ത്ര്യം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛൻ അത്യാവശ്യം ഫെമിനിസ്റ്റ് ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് എപ്പോഴും തുറന്നു പറയണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലായിടത്തും പറയണമെന്നും എവിടെയും മാറി നിൽക്കരുതെന്നും ഒക്കെ അമ്മയും അച്ഛനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം സിനിമയിൽ വന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയായിരുന്നു, ചോദിക്കണം, ഒന്ന് ചോദിക്കോ, ഒന്ന് അവരോട് പറയോ, അത് മാറ്റിത്തരാൻ പറയോ, അങ്ങനെ ഞാൻ എല്ലാം ചോദിക്കാം. അപ്പൊ ഒരിക്കലും എന്റെ അമ്മ ചോദിക്കാറുണ്ടായിരുന്നില്ല. അമ്മ പറയുന്നത് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്കണം എന്നുള്ളതായിരുന്നു. അതിപ്പോഴും എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെയാണ് ചോദിക്കാറ്. അത് അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട് ഇപ്പൊ അത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ല അങ്ങനെയുള്ള ആവശ്യങ്ങൾ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ എന്റെ ഗ്രോത്തിൽ അവരുടെ ഹെൽപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ കുട്ടികളൊക്കെ ഒരു സ്വപ്നം പോലെ കാണുന്ന ഒരു ഫീൽഡാണ് സിനിമ. അതായത് വെള്ളിത്തിരയിൽ വളരെ മനോഹരമായിട്ട് ഡാൻസ് കളിക്കുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സിനിമാ ലോകം ശരിക്കും അതുപോലെ തന്നെയാണോ ആക്ച്വലായിട്ട്? അതിന്റെ പിറകിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാധാരണ ജോലി പോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടോ? അതോ ഈ പുറത്ത് കാണുന്ന സ്വപ്നലോകമാണോ, അതിന് യാഥാർത്ഥ്യമാണോ, അത് മിഥ്യയാണോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. സാധാരണ ജോലിയെക്കാളിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. ആൾക്കാർക്ക് അത് കാണുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് അത് അത്രയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് ഈ ഒരു
പേര് കിട്ടാൻ വേണ്ടി ഒരുപാട് കാലത്തെ സ്ട്രഗിൾ അതിന്റെ പുറകിലുണ്ട്. അപ്പം ഇതൊട്ടും ഈസി ആയിട്ടുള്ള ഒരു മേഖലയല്ല, എത്തിപ്പെടാനും ഈസി ആയിട്ടുള്ള ഒരു മേഖലയല്ല. എത്തിപ്പെട്ടാൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സിനിമ. പക്ഷെ പുറത്ത് ഇപ്പോ ഉള്ള ചർച്ചകളിലൊന്നും പറയുന്നത് പോലെ അത്ര മോശം സ്പേസ് അല്ല സിനിമ എന്നുള്ളതുണ്ട്. നിങ്ങൾക്ക് കൾച്ചറലി വളരാനും അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അങ്ങനെ അതിലേക്ക് വരാൻ ഏറ്റവും നല്ലൊരു സ്പേസ് തന്നെയാണ് സിനിമ. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സിനിമയിൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്നതും അവരുടെ ഗൈഡൻസിൽ വരിക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് സിനിമ. അല്ലാത്ത പക്ഷം കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. എത്തിപ്പെട്ടാൽ സസ്റ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഈസി ജോബ് അല്ല. നിങ്ങൾക്കൊരു ദിവസം രാവിലെ 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നത് രാവിലെ ലിറ്ററലി പറയുകയാണെങ്കിൽ രാവിലെ 6:30 മുതൽ രാത്രി 10:30 വരെയാണ്. അപ്പൊ അത്രയും അധികം സമയം ജോലി ചെയ്യുന്നത്, ഏകദേശം 16 മണിക്കൂറോളം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് സിനിമയിൽ. അപ്പം അങ്ങനെയൊന്നും വർക്ക് ചെയ്യാൻ ജനറലി ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള, ഒരുപാട് ഫിസിക്കൽ മെന്റൽ സ്ട്രെയിൻ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് സിനിമ. സിനിമ തെരഞ്ഞെടുക്കുന്നത് സ്വമേധയാ തെരഞ്ഞെടുത്തതാണോ അതോ സിനിമയിൽ എത്തിപ്പെട്ടു പോയതാണോ, അതൊരു പാഷനായിട്ട് ചെറുപ്പത്തിലെ കൊണ്ട് നടന്നതാണോ മനസ്സിൽ? അല്ല, സിനിമ എനിക്ക് പാഷൻ ആയിരുന്നില്ല. ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടതാണ്. എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പം എനിക്ക് ഒരു സിനിമ ഒരു പാഷനാണ്. ഇനി സിനിമയിലുള്ള അടുത്ത ഹയർ ചിന്തകൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ രീതിയിൽ അച്ചീവ്മെന്റ്സിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, എനിക്ക് സിനിമയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് സിനിമ ആഗ്രഹം. നടിയായിട്ട് തന്നെ അങ്ങനെയല്ല, സിനിമയുടെ ഏത് മേഖലയിലാണെങ്കിലും പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സിനിമയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സിനിമയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും. ഇപ്പോ സിനിമയുടെ ഒരു നയരൂപീകരണ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവല് നേരത്തെ സംസാരിച്ച പോലെ തന്നെ ചരിത്ര സംഭവമായിട്ട് വിദ്യാർത്ഥി യൂണിയൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിയൻ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വലിയ ആഘോഷമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നൽകുന്ന ഒരു ഊർജ്ജം പുതുതലമുറക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് വിലയിരുത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലൊരു കാര്യം സംഭവിക്കാന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ലിറ്ററലി ഞാൻ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളും അടുത്ത് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത, കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാത്ത, കൃത്യമായ ഒരു കരിയർ സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അന്ന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് അതിലേക്ക് എത്തിപ്പെടേണ്ടത് നമുക്കറിയാത്തൊരു സ്പേസ് ആയിരുന്നു. ഇപ്പോ നോക്കുമ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ആൾക്കാരെ കാണുന്ന എഴുത്തുകാരെ കാണാനുള്ള ഒരു സ്ഥലമുണ്ട്, അവരുമായി ചർച്ചകൾ നടത്താനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്ന ആൾക്കാരായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു PF മാത്യു സാർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരുമായിട്ട് ഇന്ററാക്ഷൻ ഉള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവരവരുടെ കഥകൾ എങ്ങനെ എഴുതുന്നു, അവരെങ്ങനെ ക്രിയേറ്റീവ്ലി തിങ്ക് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിലേക്ക് നിങ്ങൾ വളർന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതും വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ, നേരത്തെ ചാരു നിവേദ സാർ പറഞ്ഞപ്പോൾ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വിളിക്കാറില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ അങ്ങോട്ടേക്ക് വിടാം സാർ വേണമെങ്കിൽ. കാരണം നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഈ കണ്ണൂരിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. உங்களால முடியலன்னா நாங்க இங்க இருந்து அனுப்புறோம், இங்க இருந்து அவங்க வந்து உங்களுக்கு வந்து அங்க லிட்டரேச்சர் ஃபெஸ்டிவல் நடத்தி வைப்போம், அது எப்படி இருக்குன்னு நீங்க பார்த்துட்டு எங்களுக்கு சொல்லுங்க சார். ഒരുപാട് ജില്ലകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിഖില. അപ്പൊ കണ്ണൂരിന്റെ പ്രത്യേകതയായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണൂരിനെ ഇങ്ങനെ വേറിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? നമ്മളുടെ നാട് എന്ന് പറയുന്നത് കൾച്ചറലി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. വേറെ എവിടെയും ഞാൻ കണ്ടിടത്തോളം എല്ലാവർക്കും പോകാൻ പറ്റുന്ന അമ്പലങ്ങളില്ല, ചിക്കനും മീനും കിട്ടുന്ന അമ്പലങ്ങളില്ല.
കൾച്ചറലി ഒരുപാട് വ്യത്യാസമുള്ള എന്നാൽ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ വലിയ കാര്യമായ ജാതി മതം ചിന്തകളില്ല. ആൾക്കാരായി കാണാനും അവരുടെ അഭിപ്രായങ്ങളായി എടുക്കാനും അറിയുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമുള്ള വലിയ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ കണ്ണൂരാണെന്ന് പറയുന്നത്. ഞാൻ എവിടെ പോയാലും എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. അതുപോലെ തന്നെ സിനിമയില് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സിനിമ അത്രത്തോളം ഒരു സുരക്ഷിത കേന്ദ്രമല്ല എന്ന് ഈയിടെയായിട്ടുള്ള പല പ്രശ്നങ്ങളുമായിട്ട് മീറ്റു വിവാദം മുതലുള്ള ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഭയം യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ അങ്ങനെ ഒരു സാഹചര്യം സിനിമയിലുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം സിനിമയിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് എനിക്ക് തോന്നുന്നു ഒരുവിധ എല്ലാ മേഖലകളിലും ഇപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് രാത്രി റോഡിലിറങ്ങി നടക്കാൻ നമ്മൾ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാത്തൊരു സ്പേസിൽ സിനിമ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി സേഫർ ആയിട്ടുള്ള സ്പേസ് ആണ്. കാരണം നമ്മളൊരു വലിയ ഗ്രൂപ്പിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് IC ഉണ്ട്, ഇന്റർണൽ കമ്മിറ്റി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നയരൂപീകരണ കമ്മിറ്റി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പുതിയ നയം സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റും ഇൻക്ലൂഡഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ഒരുപാട് ഞാൻ പറയാം, ഇപ്പോ കമ്പാരിറ്റീവ്ലി മുന്നേ ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങളുള്ള ഒരു സ്പേസ് അല്ല സിനിമ. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്, സിനിമയിൽ വരണമെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല സിനിമയിൽ വരാൻ വേണ്ടി ചെയ്യുന്നത്. സിനിമയും അങ്ങനെ ഒരു സ്പേസ് അല്ല. അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല ഇവിടെ എത്ര പേർക്ക് സിനിമയിൽ എന്തെങ്കിലും ഒരു സ്പേസിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് സിനിമയിൽ വരാൻ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല. നിങ്ങൾ സിനിമയിൽ വരാൻ വേണ്ടി നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിനും റെഡി ആവേണ്ട ഒരു സ്പേസ് അല്ല. അങ്ങനെ അല്ലാതെയും സിനിമയിൽ വരാമെന്നും സിനിമയിൽ വർക്ക് ചെയ്യാമെന്നും തെളിയിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയാം. എനിക്ക് അങ്ങനെ ഒരു അനുഭവവും സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്നെ വെച്ച് സിനിമയിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് സിനിമയെ തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തമായി അഭിപ്രായം, നിങ്ങളുടെ സ്വന്തമായ ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിച്ചു വാങ്ങി വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ് സിനിമ. അപ്പോ അങ്ങനെ അത്രയും എന്താ പറയാ, എല്ലായിടത്തും ഉള്ളതുപോലെ എന്ന് എപ്പോഴും ആൾക്കാർ പറയുന്നത് ബാക്കിയുള്ളതിടത്ത് നടക്കുന്നതൊന്നും ചർച്ചയാവാത്തത് കൊണ്ടാണ്. സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളതും അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് ചർച്ചയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് പറയുമ്പോൾ എപ്പോഴും എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും, അത് സ്ത്രീകളെ സംബന്ധിച്ച് എല്ലായിടത്തും, അത് വീട്ടിലാണെങ്കിലും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനോ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരു കോഴ്സ് തെരഞ്ഞെടുത്ത് പഠിക്കാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് സിനിമയിൽ ഇതൊക്കെ നടക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കുറച്ച് അത് എനിക്ക് തോന്നുന്നു സിനിമാ താരങ്ങൾ എപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സിനിമാ ഫീൽഡിൽ എന്ത് നടക്കുന്നു ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരോ ഒക്കെ മാത്രം അറിഞ്ഞുകൊണ്ട് തീരുന്ന ഒരു പ്രശ്നമായിരിക്കാം. സിനിമയാവുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതും എന്റർടൈൻ ആവുന്നതുമായ ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എപ്പോഴും സിനിമാക്കാര് എല്ലായിടത്തും ഇത് നടക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും പറയും എല്ലായിടത്തും നടക്കുന്ന അല്ല എന്ന്. എല്ലായിടത്തും നടക്കുന്നതാണ്, എല്ലായിടത്തും നടക്കുന്നതൊക്കെ തന്നെ സിനിമയിൽ നടക്കുന്നത്. നമ്മുടെ പുതിയ തലമുറ കുട്ടികളോട്, പഠിക്കുന്ന കുട്ടികളോട് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ ഉപദേശിക്കാൻ മാത്രം ഞാൻ ആളല്ല. കാരണം ഞാൻ വിദ്യാഭ്യാസപരമായി ഞാൻ പഠിക്കാൻ വളരെ നല്ല മിടുക്കിയായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതായത് നന്നായി പഠിക്കുമായിരുന്നു. പക്ഷെ മറ്റ് കലാപരിപാടികളും സിനിമാഭിനയൊക്കെ ഉള്ളത് കൊണ്ട് പഠിത്തത്തിന് അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നാളെ നിങ്ങൾ പഠിച്ച് ഒരു ജോലി നേടണം എന്ന് ഞാൻ എപ്പോഴും എനിക്ക് പറയാനോട്ട് പറ്റുന്ന ഒരു സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പഠിച്ച് ജോലി നേടിയ ഒരാളല്ല, പഠിക്കാതെ കിട്ടിയ ജോലിയാണ്. പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ്, ഞാനത് എല്ലായിടത്തും പറയുന്നതാണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞത്, നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ലൈഫ് ആണെങ്കിലും നാളെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്ന ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾ വേണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ
ഗ്രോത്തും ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും ആ അഭിപ്രായങ്ങൾ അവകാശങ്ങളും നിങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നതും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും ചെയ്യാൻ പഠിക്കുക, ശീലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമല്ല. അത് ഒരിക്കലും നമ്മളൊരു കാര്യം ചോദിക്കുന്നതോ പറയുന്നതോ ഒന്നും നമ്മുടെ ശീലത്തിന്റെ ഭാഗമല്ല. അത് ശീലത്തിന്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഓഡിയൻസിനുള്ള അവസരമാണ്. നിഖിലയോട് ചോദിക്കാം. ചോദിക്കുകയോ സംസാരിക്കുകയോ ഇടപെടുകയോ അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യാം. ഈ സെഷൻ അവസാനിക്കാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, നിഖിലായിട്ട് സംസാരിക്കണമെങ്കിൽ, ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പിന്നെ താഴെ വന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടൂല കേട്ടോ. വേഗം ഇപ്പൊ ആണെങ്കിൽ ചോദിച്ചാൽ മിണ്ടൂല. ഒരുപാട് തിരക്കുള്ള, ഒരുപാട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിഖില എറണാകുളത്ത് നിന്നാണ് വരുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ടാണ് ഇന്നലെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് എറണാകുളം മുതൽ കണ്ണൂർ വരെ, തളിപ്പറമ്പ് വരെ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പഴയ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു വിദ്യാർത്ഥിനി എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റിയോടുള്ള ഒരു കൂറും കണ്ണൂരിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് നിഖില ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും വേണ്ടി കുൽഫിന്റെ പേരിലുള്ള, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ പേരിലുള്ള എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു.